രേണുസുതിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ഹനാൻ രംഗത്ത്. എയർടെൽ ഐഡിയ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്ത കാലം മുതൽ രേണുവും ഹനാനും പരിചയക്കാരും സുഹൃത്തുക്കളുമാണ്. പിന്നീട് തെറ്റിപ്പിരിഞ്ഞു. സുധിയുടെ മരണശേഷം രേണുവിന് ചില പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഹനാൻ ഒരു യൂട്യൂബറോട് വെളിപ്പെടുത്തുന്ന ഫോൺ കോൾ ഓഡിയോയിലാണ് സോഷ്യൽ മീഡിയ വൈറലാകുന്നത്. സുധിചേട്ടൻ മരിച്ച് ഒരു മാസത്തിനുള്ളിൽ ഒരു പയ്യനുമായി രേണുവിന് ബന്ധമുണ്ടായി. പലരും ഇതേക്കുറിച്ച് എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. സുധിചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് വേറെയും 1-2 റിലേഷനുകൾ രേണുവിനുണ്ടായിരുന്നു. ഒരിക്കൽ സംസാരിച്ചപ്പോൾ രേണുവിന്റെ വായിൽ നിന്ന് വന്നതാണ്, എന്താണ് റിയൽ ക്യാരക്ടർ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടി എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. എനിക്ക് സുധിചേട്ടൻ ഉള്ള കാലത്തും ബന്ധങ്ങളുണ്ടായിരുന്നു. അത് സുധിചേട്ടൻ അറിയാനൊന്നും പോകുന്നില്ലല്ലോ എന്ന തരത്തിൽ ഒരു ടോക്ക് വന്നു. അത് പറഞ്ഞയുടൻ രേണു വിഴുങ്ങുകയും ചെയ്തു. അബദ്ധത്തിൽ ചാടി വന്നതാണ്. രേണുവുമായി ബന്ധമുണ്ടായിരുന്ന പയ്യന് 25 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് കൂട്ടുകാരി വഴി അറിഞ്ഞത്. ഫിസിക്കൽ റിലേഷനും രേണുവിന് ആ പയ്യനുമായി ഉണ്ടായിരുന്നു. ഗർഭിണിയായി. ഇക്കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും രേണുവിനൊപ്പം ആശുപത്രിയിൽ പോയ ചേച്ചിക്കും മാത്രമേ ആദ്യം അറിയുകയായിരുന്നുള്ളൂ. സുധി മരിച്ച ശേഷം നടന്ന കാര്യങ്ങളാണ്. രേഷ്മ തങ്കച്ചൻ എന്ന പേരിലാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പലരിൽ നിന്നും കേട്ട കാര്യങ്ങൾ പറഞ്ഞുവെന്നല്ലാതെ തെളിവുകളൊന്നും ഹനാൻ പുറത്തുവിട്ടിട്ടില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ശരിയായിരിക്കും, തെറ്റായിരിക്കും? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു ക്രോസ് വിസ്താരം എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം രേണു ഇന്ന് കേരളക്കരയിലെ ഓൺലൈൻ മീഡിയയുടെ മുത്തല്ലേ, മുത്ത്. എൻ്റെ മുത്തൊന്നും അല്ല കേട്ടോ, എൻ്റെ മുത്ത് ആരുമല്ല. അപ്പൊ ഹനാൻ അത്ര നല്ല ആളാണോ? ആ ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രേണു നല്ലൊരാളാണോ? അത് മറ്റൊരു സൈഡാണ്. എന്നാൽ രേണു പാവമാണോ? അറിയില്ല. എന്നാൽ ഇപ്പോൾ ബിഗ് ബോക്സിൽ പോയിരിക്കുന്ന രേണു നല്ല രീതിയിൽ ബിഗ് ബോസ് ഗെയിം കളിക്കുന്നുണ്ടോ? ഇല്ല. ബിഗ് ബോക്സിൽ ഒരു പാവത്താൻ കളിച്ച് അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അതാണോ ബിഗ് ബോക്സ് ഗെയിം? അതുമല്ല. ഇപ്പോൾ എന്താവും ശരി? അല്ല, ഈ ബിഗ് ബോസും രേണുവും 25 ദിവസം ചെറുക്കനുള്ള റിലേഷൻഷിപ്പും ഇതൊക്കെ എന്നതാടാവേ? എന്തോ ആവട്ടെ, അവരുടെ ലൈഫ്, അവരുടെ കാര്യം എന്നൊക്കെ ഞാൻ പറയും. എങ്കിലും രേണു, ഞാനാണ് സുധിയുടെ ഭാര്യ. ഞാൻ മാത്രമാണ് സുധിയുടെ ഭാര്യ. ആദ്യ ഭാര്യയെ കുറിച്ച് ഓർക്കുന്നത് പോലും സുധിച്ചേട്ടന് ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്ന് പതിവ്രത ചമയുമ്പോൾ ഇത് തെറ്റല്ലേ? അങ്ങനെ പറയുമ്പോൾ ഇത് തെറ്റാണ്. യെസ്, ആ ഒരു കാഴ്ചപ്പാട് ചിന്തിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഇത് എന്തായാലും തെറ്റായിട്ട് തന്നെ തോന്നും. എന്നാൽ രേണുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ആവണോ വേണ്ടയോ എന്നതൊക്കെ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണെന്നും അതിലൊന്നും കൈകടത്താൻ നമുക്ക് ആർക്കും യാതൊരുവിധ അവകാശമില്ല എന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ഭരണഘടന തന്നെ സാധുത നൽകുന്നുവെന്നും നമ്മൾ ഓർത്തു പോകുകയാണ് ഇവിടെ. പക്ഷേ രേണു തൻ്റെ സ്വന്തം ലൈഫ് മീഡിയയ്ക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്തത് കൊണ്ടാണ് മലയാളികൾ രേണുവിനെ ഇത്രയും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ രേണുവിന്റെ ഫെയിം കിട്ടാനും പൈസ കിട്ടാനും കാരണം ആ എക്സ്പോസ് ആണെങ്കിലും, ഒപ്പം വിമർശനം കിട്ടാനും രേണുവിന്റെ പേഴ്സണൽ ലൈഫ് പോലും ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ആ എക്സ്പോസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണോ ഹൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ ഒരു കൈ അകലത്തിൽ തന്നെ മീഡിയ നിർത്തണമെന്ന് പറയുന്നത്, നമ്മളെ രണ്ട് രീതിയിലും, പോസിറ്റീവായ രീതിയിലും നെഗറ്റീവായ രീതിയിലും മീഡിയ കാർന്ന് തിന്നും. അപ്പോൾ ശരിക്കും ഒരു വ്യക്തിക്ക് എപ്പോഴും പോസിറ്റീവായ രീതിയിൽ ഉണ്ടാവില്ല. ഈ ഹനാന്റെ കാര്യം തന്നെ എടുത്താൽ, പണ്ട് മീൻകച്ചവടം നടത്തി കടന്ന ഹനാൻ ഈ ഒരു നിരയിലൊക്കെ ഉയരാൻ കാരണം മീഡിയ തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഹനാന് പലരും നെഗറ്റീവ് ഒരു മൈൻഡ് സെറ്റോട് കൂടി കാരണം മീഡിയ തന്നെയാണ്. രേണുസുതിക്കും അത് തന്നെയാണ് കാര്യം. അപ്പൊ അതൊക്കെയുള്ളൂ എനിക്ക് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇതുപോലത്തെ വീഡിയോസും എൻ്റെ പേഴ്സണൽ അഭിപ്രായമായിട്ട് ഞാനും ഉണ്ടാവും.